DCC മുൻ ജനറൽ സെക്രട്ടറി യതീന്ദ്രദാസിനെ പുറത്താക്കി കോൺഗ്രസ്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കോൺഗ്രസ് നേതാക്കളെന്ന് യതീന്ദ്രദാസ് പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് നടപടി. ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, യതീന്ദ്രദാസ് ഒരു സത്യം പറഞ്ഞു, അതിന് അദ്ദേഹത്തെ പുറത്താക്കി. പാലോട് രവി ഒരു സത്യം പറഞ്ഞു, അദ്ദേഹത്തെ പുറത്താക്കി. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഷമി, പാലോട് രവിയുടെ രാജി എഴുതി വാങ്ങിയ സംഭവത്തിലാണ് ഇത്തരത്തിൽ യതീന്ദ്രദാസ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കഴിഞ്ഞ ദിവസം ഇട്ടത്. തൃശ്ശൂരിലെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളുടെ ബന്ധുക്കൾക്കുൾപ്പെടെ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യതീന്ദ്രദാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഈ കുറിപ്പിനെ തുടർന്നാണ് നേതാക്കൾക്കും പാർട്ടിക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായി പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് യതീന്ദ്രദാസിനെ പുറത്താക്കിക്കൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ആ സർക്കുലർ തന്നെ യതീന്ദ്രദാസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അതിലെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. നിലവിലെ AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി പ്രാഥമിക അംഗത്വം ഉണ്ടോ എന്നൊരു ചോദ്യമാണ് യതീന്ദ്രദാസ് ഉന്നയിക്കുന്നത്. 2018 അവസാനമായിട്ട് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നിട്ടുള്ളത്. 3 വർഷമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രകാരം മെമ്പർഷിപ്പിന്റെ കാലാവധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട്, പുതുക്കിയിട്ടില്ല ആർക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. DCC പ്രസിഡന്റായ ജോസഫ് ടാജറ്റിനോടാണ് ചോദിക്കുന്നത്. വക്കീലായ താങ്കൾക്കറിയില്ലേ, ബൈലോ പ്രകാരം 3 വർഷമല്ലേ കാലാവധി എന്ന് കൃത്യമായി ചോദിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ DCC മുൻ ജനറൽ സെക്രട്ടറിയായ യതീന്ദ്രദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്നാണ് DCC നേതൃത്വം ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഷമ്മി.